പാർത്ഥ, നേരറിയാൻ CBI വരുന്നു. മൂട്ടിൽ തീ പിടിച്ചതുപോലെ ഗോവിന്ദനും കളക്ടറും കണ്ണൂരിലെ സഹാക്കളും PP ദിവ്യയൊക്കെ ഓടിത്തുടങ്ങാൻ പോകുന്നു. കാരണം കോടതി പറഞ്ഞാൽ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കേരള ഹൈക്കോടതിയിൽ CBI നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു. സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്നു. മഞ്ജുഷയ്ക്കൊപ്പമാണ് CBI എന്ന് CBI കോടതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇനി സർക്കാരിന് രക്ഷയില്ല, അല്ലേ? തീർച്ചയായും നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു, അതായത് കേസ് CBI ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ സർക്കാരോ അതുപോലെ തന്നെ ഹൈക്കോടതിയോ പറയുകയാണെങ്കിൽ CBI കേസ് ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയതാണ്, നിങ്ങളാണോ CBIയുടെ വക്താക്കൾ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ജുഷയ്ക്ക് നീതി കിട്ടണം, നവീൻ ബാബുവിന് നീതി കിട്ടണം, ആ കുടുംബത്തിനും മക്കൾക്കും അടക്കം നീതി കിട്ടണം എന്നുള്ളത് യാതൊരു സംശയത്തിനും ഇടവരുത്താത്ത രീതിയിൽ നമ്മൾക്കൊക്കെയുള്ള ആവശ്യങ്ങളാണ്. പക്ഷേ CBIയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ ദുരൂഹത നീങ്ങുക എന്നുള്ളതും അവർക്ക് ഇത് കൃത്യമായി ഈ ഒരു അന്വേഷണം നടത്തി ഇതിൽ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണ്. അദ്ദേഹം മരണപ്പെട്ടതാണോ, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ എന്ന കാര്യത്തിൽ ആദ്യം വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പോലും എങ്ങനെയാവും, ആ കേസിൻ്റെ ഗതിവിഗതികൾ എന്ന് പറയില്ല നമ്മൾ, അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പം CBIക്ക് വളരെ കൃത്യമായി ഈ നേതാക്കന്മാരിലേക്ക്, അഥവാ അതൊരു കൊലപാതകമാണെങ്കിൽ അന്വേഷിക്കേണ്ടി വരും, PP ദിവ്യയും കലക്ടറും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം CBI ഈ കേസ് ഏറ്റെടുക്കാൻ ഹൈക്കോടതിയിൽ സമ്മതം അറിയിച്ചു എന്ന് പറയുമ്പോഴേക്ക് തന്നെ സർക്കാരും അതുപോലെ തന്നെ CPM ഒക്കെ വിരണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു PP ദിവ്യയോ ഒരു കലക്ടറെയോ ഒന്നും ഇതിനുള്ളിലേക്ക് ഒതുക്കി നിർത്തി ഈ കേസിനെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. ഈ കേസിനകത്ത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള പല മാഫിയ ഇടപാടുകളും നടന്നിട്ടുണ്ട്. എന്താണ് നവീൻ ബാബുവിന് സംഭവിച്ചത്, അദ്ദേഹത്തിന് അന്ന് രാത്രി സംഭവിച്ച കാര്യം എന്താണ്, അദ്ദേഹം എവിടേക്കായിരുന്നു പോയത്, ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല, പ്രശാന്തനെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഈ അന്വേഷണ സംഘം എന്ന് പറയുന്നത്, പോലീസ് അന്വേഷണ സംഘം ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ കേസിൽ PP ദിവ്യയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളത് ആർക്കായാലും അറിയാം. ഇനി PP ദിവ്യയെ രക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. CBI ഒരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ ആ കേസിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് അതൊരു ആത്മഹത്യ അല്ല, കൊലപാതകമാണ് എന്ന് ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഹർജി മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തന്നെ CBI കേസിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ CBIക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതിൽ തെളിവുകൾ കൃത്യമായി ശേഖരിച്ചിട്ടില്ല, ഇതിൽ ആരെയൊക്കെ രക്ഷിക്കാനുള്ള ഒത്തുകളികൾ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ CCTV ദൃശ്യങ്ങൾ ഈ മഞ്ജുഷ ഇപ്പോൾ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ, അല്ലെ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷ പ്രകാരം ഇവരുടെ ഈ ദിവ്യയുടെയും നവീൻ ബാബുവിൻ്റെയും കളക്ടറുടെയും ഫോൺ റെക്കോർഡുകൾ വേണം, രേഖകൾ നശിപ്പിക്കാതിരിക്കാൻ അത് തനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരം രേഖകൾ എന്തുകൊണ്ട് പോലീസ് അത് കൃത്യമായി അന്വേഷിക്കുന്നില്ല? മുനീശ്വർ കോവിലുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ എവിടെ? ഓട്ടോറിക്ഷയിൽ പോയെങ്കിൽ ആ ഓട്ടോറിക്ഷയുടെ 3 ഓട്ടോറിക്ഷയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ എവിടെ? ആ ഓട്ടോറിക്ഷക്കാർ എവിടെ? കാസർഗോഡ് നിന്ന് വന്ന സുഹൃത്ത് എവിടെ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. അതായത് ഈ 14 തീയതി വൈകിട്ട്, ഒക്ടോബർ 14 വൈകിട്ട് 5:30 യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ നവീൻ ബാബുവിനെ അവഹേളിച്ചതിന് ശേഷം നവീൻ ബാബു കളക്ടറെ കണ്ടിരുന്നോ? ഇതാണ് CBI ഏറ്റവും കൃത്യമായി എനിക്ക് തോന്നുന്നു അന്വേഷിക്കാൻ തുടങ്ങുന്നത്. കാരണം അവിടെ നിന്നാണ് കേസിൻ്റെ ഗതിവിഗതികൾ മാറുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കളക്ടർ പറഞ്ഞത് സത്യമാണ്. അല്ല എങ്കിൽ കളക്ടറെ കാണാൻ നവീൻ ബാബു ചെന്നിട്ടില്ല, അത് കളക്ടർ കയ്യിൽ നിന്നിട്ട് അല്ലെങ്കിൽ മറ്റാരുടെയോ പ്രേരണയാൽ കളക്ടർ കോടതിയിൽ പറഞ്ഞതാണ് എങ്കിൽ അത് ആരുടെ പ്രേരണയിലാണ്, എന്തിനു വേണ്ടിയാണ്, ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല കളക്ടർ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അതിന് പിന്നിൽ മറ്റെന്തോ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതെന്താണ് എന്ന് CBI അന്വേഷിച്ച് തുടങ്ങിയാൽ ഈ കേസ് ചെന്നെത്തുന്നത് കുടുംബം സംശയിക്കുന്നത് പോലെ ഇതൊരു കൊലപാതകമാണ്. ഇത് നമ്മളൊക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ്. കുടുംബം പിന്നീട് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ CPM പോലും തങ്ങളോടൊപ്പമില്ല, കേസ് അട്ടിമറിക്കാൻ CPM തന്നെ ശ്രമിക്കുന്നുണ്ട്, പലരെയും രക്ഷപ്പെടുത്താൻ CPM തന്നെ ശ്രമിക്കുന്നുണ്ട് എന്ന്
കുടുംബത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം തന്നെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അതായത് നവീൻ ബാബുവിൻ്റെത് ഒരു കൊലപാതകമാണ്, ആത്മഹത്യയല്ല എന്നുള്ളത്. പിന്നീടാണ് CPM-നെയും പോലീസിനെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇവർ നേരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത്, CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനി സർക്കാർ പറഞ്ഞാൽ സർക്കാർ ഇനി നിലപാട് മാറ്റാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ പോലീസിന്റെ അന്വേഷണമൊക്കെ ശരിയാണ്, പക്ഷേ അന്വേഷണം പിന്നെ മരണപ്പെട്ടു പോയ നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ട എന്ന് അവർ കൃത്യമായി കോടതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ നിങ്ങളുടെ പോലീസിന്റെ അന്വേഷണം? അവർക്ക് CBI കൊടുക്കേണ്ട ബാധ്യത CPM-നുണ്ട്. കാരണം CPM അനുഭാവി കൂടിയായ ഒരു കുടുംബമാണ്. ഇനി സാധാരണ കുടുംബമാണ് ഇത് ആവശ്യപ്പെട്ടാലും CPM-ന് ഇനി ഇതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. അതായത് CPM ആണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പോലീസുകാർ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ CBI-യുടെ അന്വേഷണത്തിൽ അതിൽ തെളിയില്ലേ? അപ്പോൾ ഈ പോലീസുകാർ ആർക്ക് വേണ്ടിയാണ് ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും തിരിമറി കാണിച്ചിട്ടുണ്ടോ? ഇൻക്വസ്റ്റ് നടപടികൾ എന്തിന് കുടുംബം വരുന്നതിന് മുന്നേ പൂർത്തിയാക്കി? ഈ ചോദ്യങ്ങളിലേക്ക് കൂടി CBI കടന്നാൽ ഒരുപക്ഷെ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ള ആളുകളിലേക്കായിരിക്കും വിരൽ ചൂണ്ടുന്നത്. CBI-യുടെ അന്വേഷണം കൃത്യമായി നടന്നാൽ, CBI-യെ മൂക്കുകയറിടാൻ ആരും വരാതിരുന്നാൽ, എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ CBI കൃത്യമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അത് ലീഗലി അല്ല. അപ്പൊ സർക്കാരിന്റെ കൂടി നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയാൽ കഴിഞ്ഞാൽ കുടുംബത്തിന്റെ കൂടി ആവശ്യം കണക്കിലെടുത്ത് ചിലപ്പോൾ കോടതിക്കും CBI അന്വേഷണം പറയാം, CBI അന്വേഷിക്കട്ടെ എന്ന് പറയാം, സർക്കാരിന്റെ കൂടി നിലപാട് അറിഞ്ഞതിന് ശേഷം. പക്ഷേ CBI ഒരു കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും. ഇതൊരു കൊലപാതക സാധ്യത ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് CBIക്ക് പൂർണ്ണ ബോധ്യം വന്നാൽ മാത്രമേ CBI ആ കേസ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ CBI ഇതിൻ്റെ പിന്നിൽ തന്നെയുണ്ട്. CBI ഇതിൻ്റെ പിന്നിൽ തന്നെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് കേന്ദ്രത്തിലേക്ക് പരിശീലനത്തിന് പോയ കളക്ടർ പോയതുപോലെ തന്നെ ഓടിത്തള്ളി ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇവിടെയും ഇല്ല അവിടെയും ഇല്ല, തൃശങ്കൂൽ നിൽക്കുകയാണ് കളക്ടർ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ കളക്ടറെ യഥാർത്ഥത്തിൽ കേന്ദ്രം വെട്ടിയത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്ര പരിശീലനത്തിന് പോയി രക്ഷപ്പെടാമെന്നുള്ള കളക്ടറുടെ വ്യാമോഹം കേന്ദ്രം അങ്ങനെ തന്നെ വെട്ടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ മഞ്ജുഷയോടൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഞങ്ങൾ മഞ്ജുഷയോടൊപ്പം തന്നെയാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ പ്രവൃത്തിയിലും തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് CPM-ന്റെ പ്രവർത്തകൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പാർട്ടി അനുഭാവിയായിട്ടുള്ള സംഘടനയിലൊക്കെ ബന്ധമുള്ള ആ രീതിയിൽ നല്ലൊരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ അമ്മ മെമ്പറായിരുന്നു, പാർട്ടി കുടുംബമായിരുന്നു, CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുതൽ മലയാളപ്പുഴ മോഹൻ അടക്കമുള്ള CPM നേതാക്കൾ ഇവർക്ക് വേണ്ടി ഉറച്ചു നിന്ന സമയത്തും എത്രത്തോളം CPM-മായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് മന്ത്രി K. രാജൻ ഉൾപ്പെടെ നവീൻ ബാബുവിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ കോടതിയിൽ പറയുകയാണ് CBI വേണ്ട, ഞങ്ങളുടെ പോലീസ് മതി എന്ന് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് അന്വേഷിച്ചാലേ കള്ളങ്ങളൊക്കെ അതുപോലെ ഇരിക്കും, സത്യം പുറത്തു വരില്ലേ? വേറെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ മൂട്ടി തീ പിടിച്ചതുപോലെ ഞങ്ങൾ ഓടി തള്ളേണ്ടി. പാർത്തന് മറ്റൊരു കാര്യം കൂടി അറിയാവോ? ഇവർ വിരൽ ചൂണ്ടുന്നത് ആരെയാണ്? ഇവിടുത്തെ പോലീസ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസിന്റെ മന്ത്രി ആരാണ്? പിണറായി വിജയൻ. പിണറായി വിജയനെ പിന്നെ വിശ്വാസമില്ലെന്ന ഒരു CPM അനുഭാവിയുടെ ഭാര്യയായ മഞ്ജുഷ പറയുന്നത്, ആ കുടുംബം പറയുന്നത്. അല്ല, ഇത്തരത്തിൽ വേറെ കേസുകളിലൊക്കെ CBIക്ക് വിടാമെന്ന് പറഞ്ഞ് CBIക്ക് വിട്ടിട്ടുണ്ടല്ലോ ഇവർ. ഏതെല്ലാം കേസ് CBIക്ക് വിട്ടിട്ടുണ്ട്? അത് പോലീസിന് കണ്ടെത്താൻ പറ്റാത്തതോ പോലീസിന് അത്രമാത്രം കഴിവുകളില്ലാത്തതോ ആയ സംഭവങ്ങളാണ് പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് വിടുന്നത്. സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഈ കാര്യങ്ങൾ വിടുന്നത് എന്തിനാണെന്ന് എന്ന് വെച്ചാൽ, അതായത് അവർക്ക് കുറച്ചുകൂടി അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ CPM അനുഭാവിയായ ഒരാളെ പോലും ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടും യാതൊരു എളുപ്പമില്ലാതെ കോടതിയിൽ ഈ CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ നിലപാടെടുത്തതിലൂടെ ഈ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മഞ്ജുഷയോടൊപ്പം അല്ല സർക്കാർ എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി മനസ്സിലായി. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രഹസനമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി ഞാനൊരു ശുഭപ്രതീക്ഷ വെക്കുന്നത്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സാങ്കേതികമായി CBIയോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ CBI പല
പല കേസുകളുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കേസിൻ്റെ അതിപ്രസരമാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇതിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBI പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ നിന്ന് കൃത്യമായി CBIക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു ദുരൂഹത കണ്ടെത്തണം, മണക്കണം എന്നുള്ളത്. അതെ, ദുരൂഹത കാണുകയും വേണം. പക്ഷേ അതിൽ CBI ഒരു എതിർവാദം ഉന്നയിച്ചതുമില്ല എന്നാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഹൈക്കോടതി എന്താണ് CBIയോട് കൂടി അഭിപ്രായം ചോദിച്ച് എന്ന് പറയുമ്പോൾ ഇത് ഒരു പക്ഷേ പിന്നെ CBIക്ക് വിടാൻ തന്നെ ഹൈക്കോടതി തീരുമാനിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് അന്വേഷണം പോകട്ടെ. സർക്കാരിൻ്റെ എതിർപ്പും ഈ പറയുന്ന CPMൻ്റെ ഇരട്ടത്താപ്പും കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന് പറയുന്നതുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് മാത്രം ഇവർ മനസ്സിലാക്കിയാൽ മതി. എന്തായാലും മഞ്ജുഷയ്ക്കും അവരുടെ കുടുംബത്തിനും നവീൻ ബാബുവിനും നീതി കിട്ടട്ടെ. എത്രയും പെട്ടെന്ന് ഹൈക്കോടതി ഇത് CBI അന്വേഷണത്തിന് വിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.